ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തട്ടിക്കൊണ്ടുപോകാൻ യുഎസിനോടും തുർക്കിയോടും അഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗോജ ആസിഫ്. യുഎസ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തട്ടിക്കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ എന്തായാലും ഒറ്റയ്ക്ക് ഇസ്രായേലിനോട് മുട്ടാനോ നെതന്യാഹുവിന്റെ നേരെ നിൽക്കാനോ ഉള്ള ശക്തിയില്ല. അതുകൊണ്ട് തന്നെ തുർക്കിയെയും അമേരിക്കയും മുന്നിൽ നിർത്തി കളിക്കാനാണ് പാകിസ്ഥാൻ ശ്രമം. തുർക്കിക്കും നെതന്യാഹുവിനെ തട്ടിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന് ആസിഫ് പറഞ്ഞു. നെതന്യാഹുവിനെ മനുഷ്യത്വത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി എന്ന് ആസിഫ് വിളിച്ചു. നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ആസിഫ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ജിയോ ന്യൂസിലെ തത്സമയ സംപ്രേഷണത്തിനിടെയാണ് ഗോജ ആസിഫ് ഈ പ്രസ്താവനകൾ നടത്തിയത്. നെതന്യാഹുവിനെ പിടികൂടിയാൽ അമേരിക്കയോ തുർക്കിയോ പിന്തുണയ്ക്കുമെന്ന് ആസിഫ് പറഞ്ഞു. തുർക്കിക്ക് നെതന്യാഹുവിനെ തട്ടിക്കൊണ്ടുപോകാൻ കഴിയും. ഞങ്ങൾ പാകിസ്ഥാനികൾ അതിനായി പ്രാർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ യുഎസ് റെയ്ഡിൽ പിടിക്കപ്പെട്ടതിനു ശേഷമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന. നെതന്യാഹുവിനെതിരെ ICC പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് ആസിഫ് ആവർത്തിച്ച് ഉദ്ധരിച്ചു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും നെതന്യാഹുവിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും നീതി ഉറപ്പാക്കാൻ രാജ്യങ്ങളും അത് തന്നെ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. 2024 നവംബറിൽ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. എന്നിരുന്നാലും ഈ വാറന്റുകൾ നിയമവിരുദ്ധമാണെന്ന് വിളിച്ച് ഇസ്രായേൽ ശക്തമായി പ്രതികരിച്ചിരുന്നു. അതേസമയം തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ പതിറ്റാണ്ടുകളായുള്ള ബന്ധമാണുള്ളത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഖിലാഫത്ത് മുന്നേറ്റ കാലത്ത് തുടങ്ങിയ ബന്ധമാണ് ഇപ്പോൾ വലിയ സൈനിക സഹകരണത്തിലേക്ക് എത്തിച്ചത്. 2003 അധികാരത്തിൽ എത്തിയ ശേഷം 10 തവണ പാകിസ്ഥാനിലെത്തി എർദോഗൻ ഈ ബന്ധം ഊട്ടിയുറപ്പിച്ചു. പശ്ചിമേഷ്യയിൽ സൗദി UAE അച്ചുതണ്ടിനെതിരെ ഖത്തറും തുർക്കിയും ഒരുക്കുന്ന സഖ്യത്തിൽ പാകിസ്ഥാനെയും കൂടെ നിർത്താനാണ് തുർക്കി ശ്രമിക്കുന്നതെന്ന് ചില നിരീക്ഷകർ പറഞ്ഞിരുന്നു. പാകിസ്ഥാന് പുറമെ ഗൾഫ് മേഖലയ്ക്ക് പുറത്തുള്ള മുസ്ലിം രാജ്യങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്താനാണ് തുർക്കിയുടെ ശ്രമം. 2019 പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ കോലാലംപൂരിൽ ഉച്ചകോടി നടത്തിയിരുന്നു. മുസ്ലിം രാജ്യങ്ങളിലെ ബുദ്ധിജീവികളുടെ സമ്മേളനമെന്ന് വിശദീകരിച്ചെങ്കിലും സൗദി അറേബ്യക്കെതിരെയുള്ള സന്ദേശമെന്നാണ് അന്ന് വിലയിരുത്തപ്പെട്ടത്. സുന്നി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട തുർക്കിയും പാകിസ്ഥാനും അടുക്കുന്നതിൽ അത്ഭുതമില്ലെന്നും നിരീക്ഷകർ പറഞ്ഞിരുന്നു. അടുത്ത കാലത്തായി പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ ആയുധം നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി. ചൈനയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനമാണ് തുർക്കിക്ക് ഇക്കാര്യത്തിലുള്ളത്. അടുത്തിടെ തുർക്കിയിൽ നിന്നും ബൈറക്തർ ഡ്രോണുകളും കോമൻകെസ് ക്രൂസ് മിസൈലുകളും പാകിസ്ഥാൻ വാങ്ങിയിരുന്നു. ഇതിനിടയിൽ മെയ് 8 തുർക്കിഷ് C-130 ഈ സൈനിക വിമാനം പാകിസ്ഥാനിലെത്തിയത് എന്തിനെന്ന സംശയവും ചിലർ ഉയർത്തിയിരുന്നു. ഇന്ധനം നിറയ്ക്കുന്നതിനാണ് പാക് വിമാനത്താവളത്തിൽ ഇറങ്ങിയതെന്ന് തുർക്കിയും പാകിസ്ഥാനും വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ നിരവധി സംശയങ്ങളാണ് അന്ന് ഉയർന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ എന്താവശ്യത്തിനും ഇപ്പോൾ തുർക്കിയെ കൂടെ നിർത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.